തിരുവനന്തപുരം പെരുമാതുറയിൽ 4 വയസ്സുകാരന് കാലാവധി കഴിഞ്ഞ് മരുന്ന് നൽകിയ സംഭവത്തിൽ നടപടിക്ക് ശുപാർശ. ഫാർമസിസ്റ്റുകളായ 2 പേർക്കെതിരെയാണ് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോ ശുപാർശ ചെയ്തത്. ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോ നടത്തിയ പരിശോധനയിൽ മരുന്ന് കാലാവധി കഴിഞ്ഞതാണെന്ന് കണ്ടെത്തി. ജനം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ജനം ഇംപാക്ട്. കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയ 2 ഫാർമസിസ്റ്റുകൾക്കെതിരെയാണ് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോ നടപടിക്ക് ശുപാർശ ചെയ്തത്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. തിരുവനന്തപുരം പെരുമാതുറയിൽ കഴിഞ്ഞ ദിവസം പനിയും ചുമയുമായി വന്ന കുട്ടിക്ക് നൽകിയ മരുന്നിലാണ് കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയത്. മരുന്ന് കഴിച്ചതിന് പിന്നാലെ കുട്ടി അസാധാരണമായ രീതിയിൽ ഉറങ്ങി. സംശയത്തെ തുടർന്ന് മാതാപിതാക്കൾ മരുന്ന് പരിശോധിക്കുന്ന സമയത്താണ് കാലാവധി കഴിഞ്ഞതായി കണ്ടത്. തുടർന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി കാര്യമറിയിച്ചെങ്കിലും ആശുപത്രി അധികൃതർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ന് ഡ്രഗ് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കണ്ടെടുത്തു. 2 ഫാർമസിസ്റ്റുകളിൽ ഒരാൾ പഞ്ചായത്തിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിയാണ്. ഇവർക്കെതിരെ പഞ്ചായത്ത് അധികൃതരാണ് നടപടിയെടുക്കുന്നത്. സപ്ലൈകോയിൽ ലോക്കൽ പർച്ചേസ് ചെയ്ത മരുന്നാണ് ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞതായി പിടിച്ചെടുത്തത്. നിലവിൽ സ്റ്റോക്കിലുള്ള കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യരുതെന്ന നിർദ്ദേശവും കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആരോഗ്യ വിഭാഗം നൽകിയിട്ടുണ്ട്. ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.